സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അദീന. അവതരണം സിന്ധു അശോക്. അൽക്ക, ഡോക്ടർ വൈശാഖൻ വിളിച്ചു. അദീന തിരിഞ്ഞു നോക്കി. അമ്മയെ വിളിക്ക്, എന്നിട്ട് സ്നേഹം പ്രകടിപ്പിക്ക്. ആരുഷി ഇറുകി പിടിച്ചിരിക്കുന്നത് മൂലം ശ്വാസം മുട്ടൽ അദീന സഹിച്ചു. അതീവ സ്നേഹത്തോടെ അവൾ ആരുഷിയുടെ മുഖം കൈക്കുടന്നയിലെടുത്തു. അമ്മയുടെ നെറ്റിയിലും കവിളിലും എല്ലാം അവൾ മുത്തം കൊണ്ട് മൂടി. ഞാൻ എങ്ങും പോയില്ലമ്മേ, അമ്മയുടെ പൊന്നുമോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നേര്. ആരുഷിയുടെ മിഴികൾ വിടർന്നു, കൈകളുടെ മുറുക്കം അയഞ്ഞു. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അമ്മ കണ്ടില്ലല്ലോ. അമ്മയെ ഞാൻ കാണുന്നുണ്ടായിരുന്നല്ലോ എപ്പോഴും. ശ്വാസം തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അദീന മെല്ലെ പറഞ്ഞു. അമ്മയ്ക്കിനി മോളെ എപ്പോഴും കാണണം. ആരുഷി വാത്സല്യത്തോടെ പറഞ്ഞു. കാണാമല്ലോ. അമ്മയുടെ അടുത്തുനിന്ന് മോളിനി എങ്ങും പോകല്ലേ. അദീനയെ അവൾ തന്റെ ബെഡിൽ പിടിച്ചിരുത്തി. ആ കുഞ്ഞുമുഖം തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ആരുഷിയുടെ മുഖത്ത് അതിതീവ്രമായ ഏതോ ഓർമ്മയിൽ വേദന പ്രതിഫലിച്ചു. പിന്നെ അതൊരു ഞരക്കമായി തൊണ്ടയിൽ കുരുങ്ങി. വിട്ടകന്നുപോയ ജോഷിയുടെ രൂപമായിരിക്കാം അവളുടെ മനസ്സിൽ. അദീനയെ അവൾ വീണ്ടും ഇറുകെ പിടിച്ചു. അമ്മയുടെ പൊന്നേ. അദീനയുടെ മനസ്സും ഒരു നിമിഷം പഴയ ഓർമ്മയിലേക്ക് മുങ്ങിത്താണു. പഴയ അമ്മ ഭാനു. തന്നെ ഇതുപോലെയാണ് ആ അമ്മയും ചേർത്ത് പിടിച്ചിരുന്നത്. സ്വന്തം മകളല്ലാതിരുന്നിട്ടും ആ അമ്മ തന്നെ ഒരുപാട് സ്നേഹിച്ചു, ലാളിച്ചു. രോഗാവസ്ഥയിലായിരുന്നപ്പോഴും അതിനൊന്നും ഒട്ടും കുറവ് വന്നില്ല. ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് ഒരിക്കൽ അമ്മ പറഞ്ഞു, നീ അങ്ങ് വളർന്നു മോളെ, എൻ്റെ തോളൊപ്പമായി. അമ്മ പിന്നെയും പറഞ്ഞു, സൂക്ഷിക്കണം മോളെ, നമ്മളെ അറിയാത്ത ആര് വിളിച്ചാലും എങ്ങും പോകല്ലേ. ആ അമ്മയല്ല തന്നെ പ്രസവിച്ചത്, എന്നിട്ടും എന്തൊരു കരുതലായിരുന്നു. ഓർത്തപ്പോൾ അദീനയുടെ മിഴികൾ നിറഞ്ഞു വന്നു. മോൾ എന്തിനാ കരയുന്നത്? രാജരാജേശ്വരി ചോദിച്ചു. ആരുഷി അവളെ വല്ലാതെ ഞെക്കി ഞെരുക്കുന്നുണ്ടോ ഡോക്ടർ? അവർ ലിസി പോളിനോട് ചോദിച്ചു. അദീന അത് കേട്ടു. അവൾ ആരുഷിയുടെ കൈകളിലും മുഖത്തും തന്റെ കൈത്തലം ഓടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല മുത്തശ്ശി, അമ്മ എന്നെ ഞെരുക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ എനിക്ക് കരച്ചിലും വരികയില്ല. ഇതെന്റെ അമ്മയല്ലേ. അവൾ ആരുഷിയുടെ കവിളിൽ ഉമ്മ വെച്ചു. രാജരാജേശ്വരിക്ക് തൃപ്തിയായി. ഡോക്ടർ വൈശാഖനും ലിസി പോളിനും ആശ്വാസം തോന്നി. കുട്ടി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്, ഇനി എളുപ്പമാ, വൈശാഖൻ പറഞ്ഞു. കുറച്ചു സമയം അമ്മയും മകളും മാത്രമായി ഒരുമിച്ചിരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോകാം. ഞാനും വരണോ സാർ? കുട്ടിയെ ആരുഷിയുടെ ഒപ്പം തനിച്ചാക്കിയിട്ട് ഡോക്ടർ ലിസി പോൾ ചോദിച്ചു. ഡോക്ടർ വൈശാഖൻ ചിരിച്ചു. ഡോണ്ട് വറി ലിസി, നേഴ്സ് അവരെ വാച്ച് ചെയ്തോളും. ആരുഷിയുടെ മനസ്സ് മകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടാലേ വേഗം റിക്കവറി ഉണ്ടാകൂ. നേഴ്സ് ഗീതുവിന് നിർദ്ദേശം കൊടുത്തിട്ട് ഡോക്ടർ ലിസി പുറത്തേക്കിറങ്ങി. വരൂ തമ്പുരാട്ടി, അവർ രാജരാജേശ്വരിയെയും വിളിച്ചു. മൂവരും ഡോക്ടർ ലിസി പോളിന്റെ റൂമിലേക്കാണ് പോയത്. എൻ്റെ മോൾക്ക് എന്ന് സുഖമാവും ഡോക്ടർ? രാജരാജേശ്വരി ചോദിച്ചു. കൃത്യമായി പറയാനാവില്ല തമ്പുരാട്ടി, എന്നാലും 2-3 മാസം കൂടി വേണ്ടിവരും. ഡോക്ടർ വൈശാഖൻ പുഞ്ചിരിച്ചു. ഇനിയും 2-3 മാസമോ? രാജരാജേശ്വരി അമ്പരന്നു. വേണ്ടിവരും തമ്പുരാട്ടി. അല്ല ഡോക്ടർ, ആരുഷി അൽക്കമോളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലേ? അവളെ സ്നേഹിക്കാനും ലാളിക്കാനും തുടങ്ങിയില്ലേ? ഇനിയും അത്ര നാൾ വേണ്ടിവരുമോ? ആരുഷി അൽക്കയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്, ലാളിക്കുന്നുമുണ്ട്. പക്ഷെ ആരുഷിയെ 10 മാസം ചുവന്ന് നൊന്തു പ്രസവിച്ച അമ്മയല്ലേ തമ്പുരാട്ടി. എന്നിട്ടവൾ തമ്പുരാട്ടിയെ നോക്കിയോ? അടുത്തു വന്നോ? തിരിച്ചറിഞ്ഞോ? ഡോക്ടർ വൈശാഖൻ പുഞ്ചിരിയോടെ ചോദിച്ചു. പെട്ടെന്ന് രാജരാജേശ്വരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ വൈശാഖൻ അത് കണ്ടു. തമ്പുരാട്ടി വിഷമിക്കാൻ പറഞ്ഞതല്ല. നമുക്ക് വേണ്ടത് എല്ലാവരെയും തിരിച്ചറിയുന്ന 100% നോർമലായ നമ്മുടെ ആരുഷിയെയല്ലേ? അതെ എന്ന് തമ്പുരാട്ടി തലയാട്ടി. രോഗം ശരീരത്തിനാണെങ്കിൽ പല തീരുമാനങ്ങളും നമുക്ക് കൃത്യമായി എടുക്കാൻ തമ്പുരാട്ടി. ഇത്ര ഡോസ് മരുന്ന് ചെന്നാൽ ഇത്ര ദിവസത്തിനുള്ളിൽ രോഗം മാറുമെന്നും പറയാം. പക്ഷേ മനസ്സിന്റെ രോഗത്തിന് ഒരു ഡോക്ടർക്കും കൃത്യമായി കാലാവധി പറയാൻ കഴിയില്ല. ക്ഷമയോടെ നമ്മൾ കാത്തു നിന്നേ പറ്റൂ. രാജരാജേശ്വരിക്ക് അത് മനസ്സിലായി. അൽക്കയെ തിരിച്ചറിഞ്ഞെന്നല്ലാതെ മറ്റ് ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ആരുഷി ഇപ്പോഴും അൽക്കയെ നഷ്ടപ്പെട്ടെടുത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഡോക്ടർ? എനിക്ക് മനസ്സിലാകുന്നില്ല. തമ്പുരാട്ടി ഉത്കണ്ഠപ്പെട്ടു. ഭർത്താവും മകളും ഒരുമിച്ച് നഷ്ടപ്പെട്ടപ്പോൾ ഈ ലോകത്ത് തനിക്കിനി ആരുമില്ലെന്ന തോന്നലുണ്ടായതാണ് ആരുഷിയുടെ സമനില തെറ്റിച്ചത്. ചെമ്പൂർ കൊട്ടാരവും അവിടുത്തെ തമ്പുരാക്കന്മാരുമൊക്കെ ആരുഷിയെ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചിരുന്നതാണല്ലോ. രാജരാജേശ്വരിയുടെ മുഖം കുനിഞ്ഞു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുഞ്ഞിനെ ആരുഷിക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. കുട്ടിയുമായി അത്യഗാധമായി ഇഴുകിച്ചേരുമ്പോഴും ഭർത്താവിനെ മടങ്ങി വരില്ലെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടാകണം. നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടെന്നും അംഗീകരിക്കണം. വൈശാഖൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ, തമ്പുരാട്ടി സാവധാനം പറഞ്ഞു.
യെസ്, തമ്പുരാട്ടി തീർച്ചയായും അത് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഞാൻ ഈ പറഞ്ഞതൊന്നും ഒറ്റ നിമിഷം കൊണ്ട് ആരുഷിയുടെ മനസ്സ് പിടിച്ചെടുക്കില്ല. കുറെ സംജ്ഞകളും നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഫലമുണ്ടാകാൻ കാത്തിരുന്നേ പറ്റൂ. ഡോക്ടറുടെ വാക്കുകൾക്ക് നേരെ രാജരാജേശ്വരി നെടുവീർപ്പോടെ തലയാട്ടി. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ അവർ മാളവികയോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തിട്ടും എത്ര ആശിച്ചിട്ടും കാര്യമില്ല മാളവികയെ, ദൈവം കൂടി അനുവദിക്കണം. തമ്പുരാട്ടി പറഞ്ഞത് ശരിയാ, മാളവിക രാജരാജേശ്വരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചെമ്പൂർ കൊട്ടാരത്തിലുള്ളവരെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. രാജരാജേശ്വരി അതിന് മറുപടി പറഞ്ഞില്ല. പകരം പ്രാർത്ഥിച്ചു. തന്നോട് ചേർന്ന് നടക്കുന്ന അധീനയെ അവർ വാത്സല്യത്തോടെ തഴുകി. അമ്മ എന്നെ വിടത്തില്ലായിരുന്നു മുത്തശ്ശി, അധീന സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് പിന്നെ ഉമ്മ തന്നു. നിനക്ക് അമ്മയെ ഇഷ്ടമായോ മോളെ? രാജരാജേശ്വരി ചോദിച്ചു. അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത്? എന്റെ അമ്മയെ എനിക്ക് ഇഷ്ടമാകാതെ വരുമോ? തെല്ലമ്പരപ്പോടെ അധീന ചോദിച്ചു. രാജരാജേശ്വരി അബദ്ധത്തിലായി. അവൾ ആരുഷിയുടെ മകളല്ലെന്ന ഉപബോധമായിരുന്നു അവരുടെ ചോദ്യത്തിന് പിന്നിൽ. എന്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി മുത്തശ്ശി. ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി കൊതിക്കുമായിരുന്നു. ആഭരണങ്ങളൊന്നും ഇട്ടില്ലേലും എന്റെ അമ്മ എന്തു സുന്ദരിയാ, എന്തു ഭംഗിയാ കാണാൻ, അധീന വീണ്ടും വീണ്ടും പറഞ്ഞു. അവർ കാറിൽ കയറിയിരുന്നു. അല്ല മോളെ, ഞാൻ ചോദിച്ചത് നിനക്ക് മുമ്പൊരമ്മയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. യാത്രയ്ക്കിടെ രാജരാജേശ്വരി തന്റെ അബദ്ധം തിരുത്താൻ ശ്രമിച്ചു. ഭാനുഅമ്മയുടെ കാര്യമാണോ? അധീന ഉത്സാഹവതിയായിരുന്നു. ആ അമ്മയ്ക്കും എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അസുഖം കൂടിയിട്ട് അമ്മ മരിച്ചു പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കുമെന്നും ചോദിച്ച് എന്നും കരയുമായിരുന്നു. ഞാനും അനിയത്തിമാരും പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും പറയുമായിരുന്നു. ഞാൻ അമ്മയുടെ മകളല്ലെങ്കിലും ഒരിക്കലും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലായിരുന്നു മുത്തശ്ശി. ഒരുപാട് സ്നേഹമായിരുന്നു. നിന്റെ അച്ഛനോ? ഡ്രൈവർ രമണന്? അച്ഛനും എന്നോട് സ്നേഹമായിരുന്നു. അധീനയുടെ മുഖത്ത് തെല്ല് വാട്ടമുണ്ടായി. അമ്മ മരിക്കുന്നത് വരെ സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് ദേഷ്യമായി. എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. എന്തിനാ തല്ലുന്നതെന്നറിയാതെ അന്നൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞു. പക്ഷെ ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ആ അച്ഛന്റെ മകളല്ലായിരുന്നല്ലോ. വിശദീകരിച്ച് പറയുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. രാജരാജേശ്വരി വീണ്ടും അവളെ തലോടി. പാവം കുട്ടി. സാരമില്ല, അവർ അധീനയെ സമാധാനിപ്പിച്ചു. നീ ഇനി അതോർത്ത് സങ്കടപ്പെടണ്ട. അധീന കരച്ചിലടക്കാൻ ശ്രമിച്ചു. അന്ന് അടി കൊണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ടല്ലോ. ഞാനിപ്പോ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ ജനിച്ചു വളർന്നെന്ന് തോന്നുവാ മുത്തശ്ശി. അധീനയുടെ മുഖത്ത് കണ്ണുനീരിനു മീതെ ഒരു പ്രകാശം തെളിഞ്ഞു. രാജരാജേശ്വരിക്ക് സങ്കടം തോന്നി. ഈ ചെറിയ കുട്ടിയെ ചതിക്കാൻ താനും കൂട്ടുനിൽക്കുകയാണല്ലോ. അധീന വീണ്ടും ഡോക്ടർ പറയുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി. ആരുഷിയുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനും സന്തോഷം പകരാനും ഡോക്ടർമാർ ആവശ്യപ്പെട്ടതൊക്കെ അവർ ചെയ്തു. പഠനത്തിലും അവൾ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. സ്കൂളിൽ വളരെ വേഗം ഒന്നാം സ്ഥാനത്തെത്തി. പഴയ സ്കൂളിൽ വെച്ച് തന്നെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം അവൾ പഠിച്ചിരുന്നു. കൊട്ടാരത്തിലെ സ്വന്തം അറയിലുള്ള കമ്പ്യൂട്ടറിലും നെറ്റ് കണക്ഷനുണ്ട്. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇടാം അധീന, കൂട്ടുകാർ പറഞ്ഞു. ശരി, ഞാൻ നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാം, അവൾ സമ്മതിച്ചു. രാത്രിയിൽ അവൾ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി. കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ റിക്വസ്റ്റ് കണ്ടു. അതിനിടയിൽ ഒരാളുടെ റിക്വസ്റ്റ് അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അനന്തു. പെട്ടെന്ന് അവൾ തരളിതയായി പോയി. അനന്തേട്ടൻ. പഴയ വീട്ടിലെ ജീവിതവും അനന്തുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അവളുടെ മനസ്സിനെ തഴുകി തലോടി. പാച്ചിമുത്തശ്ശി അനിയത്തിമാരി എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? ആ ചിന്തയിൽ അവളുടെ മനസ്സ് പൊള്ളി. അധീന വേഗം അനന്തുവിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അവൻ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. ഹായ് അനന്തേട്ടാ, ചാറ്റ് ബോക്സിൽ കയറി അവൾ വിളിച്ചു. ഉടൻ അവന്റെ മറുപടി വന്നു. അധീന, നീ എവിടെയാടി? ഞാൻ കൊട്ടാരത്തിലാ. ഇവിടെ എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. നിനക്ക് സുഖമാണോ? സുഖമാണ്, പക്ഷെ നീയില്ലല്ലോ, അതാ സങ്കടം. അനന്തു ഖേദം പ്രകടിപ്പിച്ചു. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നുണ്ട്. നീ സ്കൂളിൽ വന്ന് TC വാങ്ങിക്കൊണ്ട് പോയെന്ന് ആര്യ പറഞ്ഞല്ലോ. അതെ, ഞാൻ ഇനി ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. TC വാങ്ങാൻ വന്നിട്ട് നീ എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ. അനന്തു പരിഭവിച്ചു. അധീനയ്ക്ക് വിഷമം തോന്നി. മുത്തശ്ശൻ സമ്മതിക്കില്ല അനന്തേട്ടാ, അതാ ഞാൻ വരാഞ്ഞത്. നീ ഇനി വീട്ടിലേക്ക് വരില്ലേ? അറിയില്ല. പാവം നിന്റെ അനിയത്തിമാർ വല്ലാത്ത സങ്കടത്തിലാ അധീന. നിനക്ക് അവരെ ഒന്ന് വിളിച്ചുകൂടെ? ഞാൻ എങ്ങനെയാ വിളിക്കുക? അവിടെ ഫോണില്ലല്ലോ. അതും ശരിയാ. ഞാൻ ആര്യയും പൊന്നുകുട്ടിയും പാച്ചിമുത്തശ്ശിയെ അന്വേഷിച്ചു എന്ന് പറയണം. അവർക്ക് സുഖമാണെന്ന് ചോദിച്ചെന്നും പറയണം. അവർക്ക് എങ്ങനെ സുഖമാകും അധീന? നീയും നിന്റെ കൊട്ടാരത്തിലുള്ളവരും ആ പാവങ്ങളെ പറ്റിച്ചില്ലേ? അധീന നടുങ്ങിപ്പോയി. അനന്തേട്ടൻ എന്തായി പറയുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ചെലവിനായി അവർക്ക് മാസാമാസം 10,000 രൂപ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇന്നോളം ഒറ്റ പൈസ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ? അധീന അമ്പരന്നു. ഇല്ല, കൊട്ടാരത്തിലുള്ളവർ അവരെ പറ്റിച്ചു. ഇപ്പോൾ അയലത്തുള്ളവരും നാട്ടുകാരും കൊടുത്തിട്ടാ
പാച്ചിമുത്തശ്ശിയും 2 കുട്ടികളും കഞ്ഞി കുടിക്കുന്നത്. ഇത് കഷ്ടമായി പോയി അദീന. എന്തു മറുപടി എഴുതണമെന്നറിയാതെ അദീന ആ വാക്കുകളിലേക്ക് നോക്കി തരിച്ചിരുന്നു. പുലർച്ച. ശ്രീദുർഗയുടെ നടയിൽ പതിവ് പോലെ തൊഴുതു നിൽക്കുമ്പോൾ അദീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ മോളെ, നീ എന്തിനാ സങ്കടപ്പെട്ടത്? പുറത്തേക്ക് ഇറങ്ങിയ പാടെ രാജരാജേശ്വരി ചോദിച്ചു. അദീനയ്ക്ക് അപ്പോഴേക്കും കരച്ചിൽ പൊട്ടി. എന്റെ അനിയത്തിമാരും പാച്ചിമുത്തശ്ശിയും പട്ടിണിയിലാ. അതറിഞ്ഞപ്പോ മുതൽ എനിക്ക് കരച്ചിൽ വരുവാ. അവർ പട്ടിണിയിലാണെന്നോ? അതെന്താ? രാജരാജേശ്വരി അല്പം കടുപ്പത്തിൽ ചോദിച്ചു. ഇവിടെ കൊട്ടാരത്തിന്ന് അദീന മടിച്ചു പറഞ്ഞു. മാസം 10,000 രൂപ കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞതല്ലേ, പക്ഷെ ഇതുവരെ അത് കൊടുത്തില്ലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? അനന്തേട്ടനോ? അതാരാ? അനന്തുവിനെ കുറിച്ച് അദീന വിശദീകരിച്ചു കൊടുത്തു. ഇന്നലെ രാത്രിയിൽ അവനുമായി ചാറ്റ് ചെയ്ത കാര്യവും പറഞ്ഞു. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അദീനയ്ക്ക് സമാധാനമായി. കൊട്ടാരത്തിലെത്തിയപ്പോൾ തന്നെ രാജരാജേശ്വരി മാളവികയുടെ നമ്പർ വിളിച്ചു. മാളവികേ, നീ എത്രയും വേഗം ഇവിടെ എത്തണം, അവർ ആവശ്യപ്പെട്ടു. തമ്പുരാട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ മാളവിക രാജരാജേശ്വരിയുടെ ഓഫീസ് റൂമിലെത്തി. എല്ലാ മാസവും അദീനയുടെ വീട്ടുകാർക്ക് നീ പണം അയക്കുന്നില്ലേ? രാജരാജേശ്വരി ഗൗരവത്തിൽ ചോദിച്ചു. ഉവ്വ് മാഡം, മാളവിക വിശദീകരിച്ചു. തമ്പുരാട്ടി പറഞ്ഞ തുക കൃത്യമായി അയക്കുന്നുണ്ട്. 10,000 25,000 ആക്കി ഉയർത്തണമെന്ന് പറഞ്ഞത് മുതൽ ആ തുകയാണ് ഇടുന്നത്. ശരി, ബാങ്കിന്റെ വെബ്സൈറ്റ് എടുത്ത് എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കേ. മാളവിക ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ വിശദാംശങ്ങൾ നോക്കി. രാജരാജേശ്വരി അത് ചെക്ക് ചെയ്തു. കൃത്യമായി പണം പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തു പറ്റി? നമ്മളത് അന്വേഷിക്കണം തമ്പുരാട്ടി. അദീനയുടെ അങ്കിളിന്റെ പേരിലെ അക്കൗണ്ട്. അയാളും ഭാര്യയും പണത്തിനോട് ആർത്തിയുള്ളവരാണെന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു. എന്തോ തിരുമേർക്ക് നടക്കുന്നുണ്ട് തമ്പുരാട്ടി. എങ്കിൽ നാളെ തന്നെ നമുക്ക് അവിടം വരെ പോകണം മാളവികയെ. സത്യം കണ്ടുപിടിക്കണം. പോകാൻ തമ്പുരാട്ടി, മാളവിക സമ്മതിച്ചു. നീല ബക്കറ്റിന്റെ പകുതിയോളം വെള്ളം എടുത്തു വെച്ച് കുറെ ഫ്ലോർ ക്ലീനിങ് ലോഷനും കൂടി ഒഴിച്ച് പാച്ചിയമ്മ അതിൽ മോപ്പ് മുക്കി ടൈലിട്ട തറ അവർ മെല്ലെ തുടച്ചു. വെള്ള ടൈലുകളിലെ ചെളി മാറി അവയ്ക്ക് തിളക്കം വന്നു തുടങ്ങിയപ്പോഴാണ് ആ ചോദ്യം വന്നത്. അടുപ്പത്ത് വെച്ച മീൻ വെന്തോ പാച്ചിയമ്മേ? പാച്ചിയമ്മ മുഖമുയർത്തി. വിജയകുമാരി ടീച്ചറാണ് വിളിക്കുന്നത്. ഇത്തിരി കൂടി വേകാനുണ്ട് ടീച്ചറെ. തറ തുടയ്ക്കുന്നതിനിടെ മീനിന്റെ കാര്യം മറന്നു പോകരുത്. വേകുമ്പോ വാങ്ങി വെച്ചേക്കണം. ഉവ്വ്. വിജയകുമാരി ഹാളിലേക്ക് മടങ്ങി. കണ്ടുകൊണ്ടിരുന്ന TV പരിപാടിയിലേക്ക് തന്നെ അവർ ശ്രദ്ധ തിരിച്ചു. പാച്ചിയമ്മ ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെയും വിജയകുമാരി ടീച്ചറിന്റെയും അടുക്കളപ്പണിക്കാരിയാണ്. മാസം 3,000 രൂപയും 3 പേർക്കുള്ള ഭക്ഷണവും കിട്ടും. പാച്ചിയമ്മ അതിൽ തൃപ്തയാണ്. 65 വയസ്സായി അവർക്ക്. രമണനുണ്ടായിരുന്നപ്പോൾ ആഹാരത്തിന് രുചി പോരാ, മീനില്ലാതെ ചോറുണ്ണാൻ വയ്യ എന്നൊക്കെ ശാഠ്യം പിടിച്ചിരുന്ന അവർ ഇപ്പോൾ അത്തരം പിടിവാശി ഒന്നുമില്ല. എന്തെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ പട്ടിണിയാകും. ഇത്തിരിയില്ലാത്ത 2 കുഞ്ഞുങ്ങളുടെ കാര്യമോർത്ത് അവർ സദാ സങ്കടപ്പെട്ടു. അടുക്കളപ്പണി ചെയ്യുന്നവർക്ക് മാസം 6,000-ഉം 7,000-ഉം ഒക്കെ ശമ്പളമുള്ളപ്പോൾ പാച്ചിയമ്മ അതിന്റെ പകുതി പണിയെടുക്കുന്നതിൽ വിജയകുമാരിക്ക് സന്തോഷമാണ്. തറ തുടച്ചു തീർന്നപ്പോൾ പാച്ചിയമ്മ അടുക്കളയിലെത്തി. അടുപ്പത്ത് വെച്ചിരിക്കുന്ന വറ്റക്കറി വെന്തു പാകമായിരുന്നു. അവർ അത് വാങ്ങിവെച്ചു. പാച്ചിമുത്തശ്ശി വിളിച്ചുകൊണ്ട് അനന്ത് കിച്ചണിലേക്ക് വന്നു. എന്താ മോനെ? അവർ വാത്സല്യത്തോടെ ചോദിച്ചു. ചായ വേണോ മോന്? വേണ്ട മുത്തശ്ശി പറഞ്ഞിട്ട് അവൻ വാതിൽക്കലേക്ക് തല നീട്ടി എത്തി നോക്കി. അമ്മ TVയുടെ മുന്നിൽ തന്നെയാണ്. ഞാൻ ഇന്നലെ അദീനയോട് സംസാരിച്ചു പാച്ചിമുത്തശ്ശി. പാച്ചിയമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അനന്തു ശബ്ദം താഴ്ത്തി പറഞ്ഞു. പാച്ചിയമ്മ അമ്പരന്നു. എവിടെ വെച്ച്? അവള് പിന്നെ സ്കൂളിലെങ്ങാനും വന്നോ? ഇല്ല മുത്തശ്ശി. കള്ളം പറയല്ലേ മോനെ. അവള് വന്നു കാണും. ഇങ്ങോട്ട് വരാത്തതാ. ഇന്നാള് സ്കൂളിലെത്തിയിട്ടും അവൾ ഇങ്ങോട്ട് വന്നില്ല. പാച്ചിയമ്മയുടെ കണ്ണുകൾ പെട്ടെന്ന് തുളുമ്പി. അവളിപ്പോൾ വലിയ കൊട്ടാരത്തിലല്ലയോ കുഞ്ഞെ താമസം? രാജകുമാരി അല്ലയോ? ഈ കിഴവിയും 2 പീക്കിരി പിള്ളേരും അവൾക്കിപ്പോ ആരുമല്ലല്ലോ. പിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ കാണുന്നേ? പാച്ചിയമ്മ സങ്കടം തിങ്ങിയിട്ട് മൂക്കു പിഴിഞ്ഞു. അയ്യോ, അന്ന് സ്കൂളിൽ വന്നപ്പോ എന്റെ മുത്തശ്ശിയെ കാണണമെന്നും പറഞ്ഞ് അവള് വാശി പിടിച്ചതാ. പക്ഷെ തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സമ്മതിക്കാഞ്ഞിട്ടാ അവള് വരാഞ്ഞത്. അനന്തു വിശദീകരിച്ചു. അതിനുശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല മുത്തശ്ശി. ഇത്രയും ദൂരം അവൾക്ക് തനിച്ചു വരാൻ പറ്റുമോ? അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ മോൻ എങ്ങനെ അവളോട് സംസാരിച്ചത്? അത് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ സംസാരിച്ചതാ മുത്തശ്ശി. ചാറ്റ് ചെയ്തു. പാച്ചിയമ്മ അമ്പരന്നു. കൊട്ടാരത്തിൽ അവൾക്ക് കമ്പ്യൂട്ടറുണ്ട്. അതിലൂടെയാ ഞങ്ങൾ സംസാരിച്ചത്. കമ്പ്യൂട്ടറിലൂടെ പരസ്പരം സംസാരിക്കാനുള്ള എന്തോ സംവിധാനമുണ്ടെന്ന് പാച്ചിയമ്മ കേട്ടിട്ടുണ്ട്. അവർക്ക് ആകാംക്ഷയായി. അവള് മോനോട് എന്താ പറഞ്ഞത്? പാച്ചിമുത്തശ്ശിയെയും ആര്യയെയും ആമയെയും ഒക്കെ ചോദിച്ചു. നിങ്ങൾക്ക് സുഖമാണോന്നും ചോദിച്ചു. ഞങ്ങൾക്ക് എന്തോന്ന് സുഖമാ മോനെ. അവള് സുഖമായിരിക്കട്ടെ. പാച്ചിയമ്മ കണ്ണു തുടച്ചു. പാച്ചിമുത്തശ്ശി ഇവിടെ അടുക്കളപ്പണിക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതെന്നാ മോനെ? അത് കേൾക്കുമ്പോൾ അദീന വിഷമിക്കില്ലേ മുത്തശ്ശി? ഓ, അവളെന്തിനാ വിഷമിക്കുന്നേ?
അങ്ങനെ വിഷമിക്കാൻ മാത്രം അവൾക്കിപ്പോൾ ഞങ്ങളുമായിട്ട് എന്തോന്നാ മോനെ ബന്ധം? ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എനിക്ക് സങ്കടമുണ്ട് മുത്തശ്ശി. കൊട്ടാരത്തിൽ നിന്ന് പണം വരുന്നില്ലെന്നും മുത്തശ്ശിയും പിള്ളേരും പട്ടിണിയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വന്നു. പണം അയക്കാത്തത് എന്താണെന്ന് കൊട്ടാരത്തിലുള്ളവരോട് അവൾ ചോദിച്ചോളും. ഓ, കൊട്ടാരത്തിലുള്ളവർക്ക് എന്താ കാര്യം മോനെ നമുക്ക് കാശ് തരാൻ? ഞാനൊരു കാര്യം ചെയ്യാം മുത്തശ്ശി. അദീനയോട് ആ തമ്പുരാന്റെ മെയിൽ ഐ ഡി വാങ്ങാം. എന്നിട്ട് ഇവിടുത്തെ അവസ്ഥ എഴുതി വിടാം. അപ്പോൾ കാശ് കിട്ടും. ഒന്നും വേണ്ട മോനെ, ഇതൊക്കെ എന്റെ അനുഭവദോഷമാ. അല്ലെങ്കിൽ എന്റെ രമണനും ഭാനുവും മരിക്കുവോ? പാച്ചിയമ്മയ്ക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ടായി. ടീച്ചർ കൊടുത്ത ചോറും കറിയും ദോശയും ഒക്കെ സഞ്ചിയിലാക്കിയാണ് വൈകുന്നേരം പാച്ചിയമ്മ വീട്ടിലെത്തിയത്. അപ്പോൾ രേവതിയും സോമനും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന നെയ്യപ്പം ആര്യയും ആമയും ആർത്തിയോടെ തിന്നു. സ്കൂൾ വിട്ടു വന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ തനിച്ചാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഇത്തിരി കൂടി നേരത്തെ അമ്മയ്ക്ക് വരാൻ വയ്യേ? പാച്ചിയമ്മയ്ക്ക് ഒരു നെയ്യപ്പം നൽകിക്കൊണ്ട് രേവതി ചോദിച്ചു. പണി തീരാൻ തെങ്ങനാടി പോരുന്നത്? നെയ്യപ്പം തിന്നുകൊണ്ട് പാച്ചിയമ്മ ചോദിച്ചു. അവിടെ ഇത്രയേറെ പണിയുണ്ടോ മേ? ഒരു വീടല്ലേ, ഒരുപാട് പണികളുണ്ടാകും. അടുക്കളയിലെ പാചകം, വീട് വൃത്തിയാക്കല്, തുണികൾ കഴുകി ഉണക്കല്, അങ്ങനെ എന്തെല്ലാം. പണി ചെയ്യുന്നത് നല്ലതാമേ, പ്രത്യേകിച്ചും ഈ പ്രായത്തില്, സോമൻ പറഞ്ഞു. ജോലിയൊന്നും ചെയ്യാതിരുന്നാൽ പെട്ടെന്ന് വയസ്സായി പോകും. പാച്ചിയമ്മ മരുമകന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വയസ്സായി പോകാതിരിക്കാൻ അന്യന്റെ അടുക്കളയിൽ എനിക്ക് പണി ചെയ്യേണ്ടി വന്നല്ലോ സോമ. നല്ല കാര്യം. പാച്ചിയമ്മയുടെ സ്വരത്തിലെ പരിഹാസം സോമന് മനസ്സിലായി. അവന്റെ മുഖം വിളറി. രേവതിക്കും അത് മനസ്സിലായി. അമ്മ എന്താ സോമേട്ടനോട് ഇങ്ങനെ പറഞ്ഞത്? എന്താടി? പാച്ചിയമ്മ മകൾക്ക് നേരെ തിരിഞ്ഞു. അല്ലടി, ഞാൻ രണ്ടു പെറ്റതല്ലേ. ഒരുത്തനല്ലേ മരിച്ചു പോയുള്ളൂ. നീ ജീവനോടെ ഉണ്ടല്ലോ. എന്നിട്ടും വയസ്സുകാലത്തെ വിശപ്പടക്കണേൽ ഞാൻ അന്യ വീട്ടിൽ ആട്ടും തുപ്പും ഏറ്റു പണിയെടുക്കണം. ഞാൻ അമ്മയെ അന്വേഷിക്കുന്നില്ലെന്നാണോ പറയുന്നത്? അന്വേഷിക്കുന്ന കാര്യമൊന്നും പറയണ്ട. വല്ലപ്പോഴും കൊണ്ടുവരും 4-5 കിലോ അരിയും കുറെ പച്ചക്കറി. അത് മതിയോടി 2-3 വയറുകൾ ഒരു മാസം കഴിയാൻ? പാച്ചിയമ്മ രോഷം കൊണ്ടു. നിങ്ങൾ അമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. സോമൻ പെട്ടെന്ന് ഇടയിൽ കയറി. അമ്മ ഇനി അന്യന്റെ വീട്ടിൽ പോയി പണിയെടുക്കുകയും വേണ്ട. രേവതിയുമായി ആലോചിച്ചുണ്ടാക്കിയ റിഹേഴ്സൽ ചെയ്ത നാടകത്തിന്റെ ആദ്യ ഡയലോഗ് സോമൻ പുറത്തുവിട്ടു. പണിയെടുക്കാതെ പിന്നെ? പാച്ചിയമ്മ ചോദിച്ചു. മരിച്ചുപോയ മകനെ കൂടാതെ ഈ മകളെയും അമ്മ പ്രസവിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ. അതുകൊണ്ട് ഇനി മുതൽ അമ്മ ഈ വീട്ടിൽ താമസിക്കണ്ട. ഞങ്ങളോട് കൂടെ വന്ന് താമസിച്ചാൽ മതി. സോമന്റെ സ്വരത്തിൽ സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞു തുളുമ്പി. ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കാനോ? പാച്ചിയമ്മ അമ്പരന്നു. അപ്പോ ഈ കുഞ്ഞുങ്ങളോ? നെയ്യപ്പം തിന്നു തീർത്തിട്ട് ധരിച്ചിരുന്ന ഉടുപ്പിൽ കയ്യും ചുണ്ടും തുടയ്ക്കുന്ന ആര്യയെയും ഒപ്പമിരിക്കുന്ന ആമയെയും ചൂണ്ടിക്കാട്ടി പാച്ചിയമ്മ ചോദിച്ചു. രേവതി 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ പറഞ്ഞു. ഇവർ രമണേട്ടന്റെ കുഞ്ഞുങ്ങളല്ലേ അമ്മേ? രമണേട്ടൻ പോയെന്ന് വെച്ച് എനിക്കിവരെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? രേവതിയുടെ കണ്ണു നിറഞ്ഞു. എന്റെ അമ്മ, ഈ കുഞ്ഞുങ്ങളും ഇനി ഇങ്ങനെ കഷ്ടപ്പെടരുതെന്ന് വന്നപ്പോഴേ ഞാൻ സോമേട്ടനോട് പറഞ്ഞു. നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ പോവുകയെന്നും പറഞ്ഞു. അപ്പോൾ ഒട്ടും ആലോചിക്കാതെ സോമേട്ടൻ പറഞ്ഞമ്മേ, എല്ലാരെയും നമുക്ക് കൊണ്ടുപോകാമെന്ന്. നിന്റെ ഭീഷണി കേട്ടിട്ടൊന്നും അല്ലടി ഞാൻ സമ്മതിച്ചത്. സോമൻ ഗൗരവത്തിലായി. അമ്മ പറഞ്ഞതുപോലെ നീയും അമ്മയുടെ മകൾ തന്നെയല്ലേ? അമ്മയെ നോക്കാൻ നിനക്കും കടമയില്ലേ? അളിയന്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് ട്രെയിനിന്റെ അടിയിൽ തലവെച്ച് കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? സോമൻ തഞ്ചത്തിൽ തുടർന്നു. അതുകൊണ്ട് അനാഥരായി ആരും ഇവിടെ കഴിയണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അവിടെ കഴിയാം. പിള്ളേരെ അവിടുന്ന് സ്കൂളിൽ വിട്ടാൽ മതിയല്ലോ. എല്ലാരും കൂടി അങ്ങോട്ട് വന്നാൽ ശരിയാവുകേലടാ, പാച്ചിയമ്മ മെല്ലെ പറഞ്ഞു. അതെന്താ? ഞാൻ അമ്മയും പിള്ളേരെ നോക്കുകയില്ലെന്ന് കരുതിയാണോ? രേവതി ഇടയിൽ കയറി. നീ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. എന്നാൽ അമ്മ വരണ്ട, അടുക്കളപ്പണിക്ക് പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, 4 മണി കഴിഞ്ഞ് കൊച്ചുങ്ങൾ ഇവിടെ തനിച്ച. പോരാഞ്ഞിട്ട് പെൺകുച്ചുങ്ങളും. 2 വയസ്സുള്ള പെൺകുച്ചുങ്ങളെ പോലും പിച്ചു കീറുന്ന കാലമാ. അമ്മ പണിയും കഴിഞ്ഞ് എച്ചിലുമായി വരുമ്പോൾ അതുങ്ങൾ ജീവനോടെ ഇല്ലെങ്കിലോ? പാച്ചിയമ്മ നടുങ്ങിപ്പോയി. നീ അത് എന്നാടി ഈ പറയുന്നേ? ഇപ്പോഴത്തെ കാലം അങ്ങനെ അമ്മേ. ഞാനത് പറഞ്ഞെന്നേയുള്ളൂ. ഇനി അമ്മയുടെ ഇഷ്ടം. അതല്ലടി, പാച്ചിയമ്മ അയഞ്ഞു. ഈ വീട് അടച്ചിട്ടിട്ട് പോയാൽ അത് ചിതല് തിന്ന് നശിക്കും. അതിനീ വീട് ചിതലിന് തിന്നാനിടാൻ ആരു പറഞ്ഞു? സോമന് ഉത്സാഹമായി. എന്റെ അമ്മേ, ഇതിപ്പോ വിറ്റാൽ നല്ല വില കിട്ടും. ഇത് വിൽക്കാനോ? പാച്ചിയമ്മ അമ്പരന്നു. എന്നെ താലുകെട്ടിക്കൊണ്ടുവന്ന വീടാ ഇത്. അതൊക്കെ ശരിയാമേ, പക്ഷെ വീടും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ മറ്റു കാര്യങ്ങൾ നടക്കുവോ? സോമൻ ചോദിച്ചു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴാണെങ്കിൽ ഈ വീടിന് നല്ല വില കിട്ടും. വാങ്ങാനും ആളുണ്ട്. കിട്ടുന്ന പണം അമ്മയുടെയും പിള്ളേരുടെയും പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടേക്കാം. സോമൻ വിശദീകരിച്ചു. അതിന്റെ പലിശ മാസം മേടിച്ചാൽ മതിയമ്മേ. അത് വെച്ച് ചെലവുകൾ നടന്നു പോകും. പാച്ചിയമ്മയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. കണ്ണുകൾ കുറുകി.
വയസ്സുകാലത്ത് അന്യന്റെ അടുക്കളയിൽ പണി ചെയ്യണോ അതോ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങി വീട്ടിലിരിക്കണോ? ഏതാ വേണ്ടതെന്ന് അമ്മ തീരുമാനിക്ക്. അമ്മയുടെ ഇഷ്ടമാ ഞങ്ങളുടെയും. രേവതി പറഞ്ഞു. പാച്ചിയമ്മ കുറെ നേരം ആലോചിച്ചു. ഒടുവിൽ പറഞ്ഞു, ശരി, എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. സോമനും രേവതിയും സന്തോഷത്തോടെ പരസ്പരം നോക്കി. എന്നാൽ അമ്മയും പിള്ളേരെ ഒരുങ്ങിക്കോ, നമുക്ക് പോകാം. വീട് വിൽപ്പനയാകട്ടെടി, എന്നിട്ട് ഞങ്ങൾ വരാം. അതുപോരെ? പാച്ചിയമ്മ ചോദിച്ചു. അത് മതി. ഇരുവരും ആഹ്ലാദത്തോടെ യാത്ര പറഞ്ഞു. സോമൻ അന്ന് തന്നെ പല ബ്രോക്കർമാരുമായി സംസാരിച്ചു. വീടും പറമ്പും അത്യാവശ്യമായി വേണ്ട ഒരു പാർട്ടിയുമായി ബ്രോക്കർ പിറ്റേന്ന് സോമന്റെ അടുത്തെത്തി. സോമൻ പാർട്ടിക്ക് വീടും സ്ഥലവും കാണിച്ചു കൊടുക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങി. കിച്ചണിൽ ഉച്ചയൂണിനുള്ള മീൻകറി അടുപ്പത്ത് വെക്കുകയായിരുന്നു രേവതി. അപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു. രേവതി മുൻവശത്തേക്ക് ചെന്നു. അവൾ നടുങ്ങിപ്പോയി. കാറിൽ നിന്ന് ചെമ്പൂർ കൊട്ടാരത്തിലെ രാജരാജേശ്വരി തമ്പുരാട്ടി ഇറങ്ങുന്നു. രാജരാജേശ്വരിയും മാളവിയും കാറിൽ നിന്നിറങ്ങി മുറ്റത്ത് നിന്നു. പെട്ടെന്നുണ്ടായ അമ്പരപ്പും നടുക്കവും മറയ്ക്കാൻ പണിപ്പെട്ട് മുഖത്ത് ചിരി വരുത്തി രേവതി അവിടേക്ക് വന്നു. എന്താ തമ്പുരാട്ടിമാരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നത്? സ്നേഹം നടിച്ച് അവൾ ചോദിച്ചു. അറിയിക്കാൻ പറ്റിയില്ല രേവതി, മാളവിക പറഞ്ഞു. അറിയിച്ചില്ലെങ്കിൽ എന്താ, തമ്പുരാട്ടിമാർക്ക് ഇവിടെ എപ്പോ വേണേലും വരാലോ. രണ്ടാലും കയറി ഇരുന്നാട്ടെ. വരാന്തയിലെ സെറ്റിയിൽ കിടന്ന കുഷീനുകളിലെ പൊടി തട്ടിക്കൊടുഞ്ഞുകൊണ്ട് രേവതി ക്ഷണിച്ചു. ഇരുവരും സെറ്റിയിലിരുന്നു. സോമൻ ഇവിടില്ലേ? മാളവിക ചോദിച്ചു. ഇല്ല. ചിട്ടിക്കമ്പനിയിലാണോ? അല്ല, ഇന്ന് വേറൊരു പണിക്ക് പോയതാ. എപ്പോ വരും? ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. സോമേട്ടൻ ഹോട്ടലിൽ നിന്ന് ഒരാഹാരവും കഴിക്കില്ല തമ്പുരാട്ടിമാരെ. അത്രയും സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല രേവതി, മാളവിക അറിയിച്ചു. ഞങ്ങൾക്ക് ഉടനെ പോകണം. എന്നാൽ പിന്നെ തമ്പുരാട്ടിമാര് പോയാട്ടെ. സോമേട്ടൻ വരുമ്പോൾ ഞാൻ പറയാം തമ്പുരാട്ടിമാര് വന്നിട്ടുണ്ടായിരുന്നെന്ന്. അവരൊന്നും പോയി കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു രേവതി. അങ്ങനെ പോയാൽ പറ്റില്ല രേവതി, ഞങ്ങൾക്ക് സോമനെ ഒന്ന് കാണണം, ഒരത്യാവശ്യമുണ്ട്. രേവതി സോമനെ വിളിച്ച് വേഗം ഒന്ന് വരാൻ പറ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണെന്ന് അറിയിച്ചേക്ക്. പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടാകാതെയാണ് മാളവിക ആവശ്യപ്പെട്ടത്. രാജരാജേശ്വരിയുടെ മുഖത്തും ശാന്തതയായിരുന്നതിനാൽ രേവതിക്കും സംശയം ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ വിളിക്കാൻ തമ്പുരാട്ടി. രേവതി അകത്തേക്ക് കയറി മൊബൈലെടുത്ത് സോമനെ വിളിച്ചു. പോയ കാര്യം എന്തായി സോമേട്ടാ? തീരെ ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ എല്ലാം നടന്നു രേവതി. സോമന്റെ ആഹ്ലാദസ്വരം അവൾ കേട്ടു. എന്ന് വെച്ചാൽ തെളിച്ചു പറ സോമേട്ടാ. ആ പാർട്ടിയെ കൊണ്ടുപോയി വീടും പറമ്പും കാണിച്ചടി. റോഡിനോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് അവർക്കിഷ്ടമായി. ഞങ്ങൾ വില പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്താൽ നാളെ തന്നെ ആധാരം നടക്കും. രേവതിക്കും സന്തോഷമായി. എങ്കിലും അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്. വിലയൊക്കെ പിന്നെ പറയാം. സോമേട്ടൻ ഉടൻ തന്നെ ഇങ്ങോട്ട് വാ. എന്നാടി കാര്യം? രേവതി കാര്യം പറഞ്ഞു. അവരെന്തിനാടി എന്നെ കാണാൻ വന്നേക്കുന്നേ? അത് ഞാൻ ചോദിച്ചില്ല. എന്നാ ചോദിക്കടി. അത് ഞാൻ ചോദിക്കാം. സോമേട്ടൻ ഏതായാലും വേഗം വാ. ആ തമ്പുരാട്ടിമാര് വരുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും കോളടിക്കാറുണ്ട്. ഇത്തവണയും അങ്ങനെ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. എന്നാൽ ഞാനിതാ എത്തിയടി. സോമൻ കോൾ കട്ട് ചെയ്തു. രേവതി സന്തോഷത്തോടെയാണ് മുൻവശത്തേക്ക് ചെന്നത്. സോമേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവൾ അറിയിച്ചതനുസരിച്ച് മാളവിക കാര്യത്തിലേക്ക് കടന്നു. കൊട്ടാരത്തിൽ നിന്ന് തരുന്ന 25,000 രൂപ ബാങ്കിൽ ചെന്നാണോ ATM വഴിയാണോ നിങ്ങൾ എടുക്കുന്നത്? മാളവികയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് രേവതി ഞെട്ടിപ്പോയി. ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ രേവതി? നിങ്ങളാണോ സോമനാണോ പണം എടുക്കുന്നതെന്ന്? സോമേട്ടനാ. പണം അദീനയുടെ വീട്ടിൽ എത്തിക്കുന്നത് ആരാ? നീയോ നിന്റെ ഭർത്താവോ? ആ ചോദ്യം രാജരാജേശ്വരിയുടേതായിരുന്നു. അവരുടെ സ്വരത്തിലെ ഗൗരവം രേവതി ശ്രദ്ധിച്ചു. അത് പിന്നെ ഞാനും സോമേട്ടനും കൂടി ഒരുമിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോയി കൊടുക്കും. അവൾ പറഞ്ഞൊപ്പിച്ചു. 25,000 രൂപയ്ക്ക് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവോ? അത് രേവതി ഉമിനീർ വിഴുങ്ങി നിൽക്കുമ്പോഴേക്കും സോമന്റെ ബൈക്ക് മുറ്റത്തെത്തി. നമസ്കാരം തമ്പുരാട്ടി, ബൈക്കിൽ നിന്നിറങ്ങിക്കൊണ്ട് ഭവ്യതയോടെ സോമൻ പറഞ്ഞു. പക്ഷെ രാജരാജേശ്വരി ആ നമസ്കാരം സ്വീകരിച്ചില്ല. കൊട്ടാരത്തിൽ നിന്ന് ബാങ്കിലെത്തിയ പണമൊക്കെ നീ എന്തു ചെയ്തു? അധീനയുടെ മുത്തശ്ശിയെ ഏൽപ്പിച്ചോ അതോ സ്വയം ചെലവഴിച്ചോ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. സോമൻ രേവതി ഒന്ന് നോക്കി. അമ്പരപ്പായിരുന്നു അവളുടെ മുഖത്ത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഇനി ചോദിക്കുന്നത് ഞങ്ങളാവില്ല, പോലീസായിരിക്കും. രാജരാജേശ്വരിയുടെ ശബ്ദം കൂടുതൽ കനത്തു. അടുത്ത നിമിഷം തന്നെ തമ്പുരാട്ടി മാളവികയുടെ നേരെ നോക്കി ആജ്ഞാപിച്ചു. പോലീസിനെ വിളിക്ക്. മാളവിക മൊബൈലെടുത്ത് SIയുടെ നമ്പർ തിരഞ്ഞു. രേവതി സ്തംഭിച്ചു നിന്നു. അവൾ വിറയ്ക്കാൻ തുടങ്ങി. എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞെന്ന് സോമന് മനസ്സിലായി. ഇനി രക്ഷയില്ല. രാജപരമ്പരയിലുള്ളവർ ഇവരോട് എതിർക്കാൻ തങ്ങൾക്ക് കഴിവില്ല. ക്ഷമിക്കണേ തമ്പുരാട്ടി, തെറ്റുപറ്റിപ്പോയി. പോലീസിനെ വിളിക്കല്ലേ. സോമൻ രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ കാൽക്കൽ വീണു. രേവതിയും അതിനു മടിച്ചില്ല. പണത്തിനൊരത്യാവശ്യം വന്നപ്പോൾ എടുത്തൊന്നും മറച്ചുപോയതാ തമ്പുരാട്ടി, ക്ഷമിക്കണേ. അവൾ വിലപിച്ചു. പ്രസവിച്ച അമ്മയെ 2 പീക്കിരി കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടിട്ടാണോടി പണം മറയ്ക്കുന്നതും തിരിക്കുന്നതും? രേവതിക്ക് മറുപടിയില്ലായിരുന്നു. സോമനും നിസ്സഹായനായി നിന്നു. തമ്പുരാട്ടി ഇരുവരെയും ശ്രദ്ധിച്ചുകൊണ്ട് മാളവിക രാജരാജേശ്വരിക്ക് നേരെ തിരിഞ്ഞു. ഇവർ തമ്പുരാട്ടിയുടെ കാൽക്കൽ വീണിരിക്കുക. അതുകൊണ്ട് ഒരവസരം കൊടുക്കാവുന്നതാണ്. ശരി, എങ്കിൽ നീ പറ മാളവികയെ, എന്തു വേണം?
മാളവിക സോമന്റെ മുമ്പിലേക്ക് വന്നു. ബാങ്കിൽ നിന്ന് നിങ്ങൾ ആകെ എത്ര രൂപ എടുത്തിട്ടുണ്ട്? അത് ഒരു 70,000 രൂപ, സോമൻ പറഞ്ഞു. എങ്കിൽ വേഗം പോ, ചിട്ടിക്കമ്പനി നടത്തുന്ന ആളല്ലേ. കമ്പനിയിൽ നിന്ന് 70,000 രൂപ പിൻവലിച്ച് 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണം. അല്ലെങ്കിൽ 16-ാം മിനിറ്റിൽ തന്നെ താൻ പോലീസിന്റെ കസ്റ്റഡിയിലാകും. കബളിപ്പിച്ചിരിക്കുന്നത് തന്റെ അമ്മായിയമ്മയും കുഞ്ഞുങ്ങളെ മാത്രമല്ല, ചെമ്പൂർ കൊട്ടാരത്തെയാണ്, അത് മറക്കണ്ട, മാളവിക കർശനമായി പറഞ്ഞു. സോമൻ ഒട്ടും മടിച്ചില്ല. 15 മിനിറ്റിന് മുമ്പ് തന്നെ 70,000 രൂപ എത്തിച്ചു. എന്നിട്ട് പണം തമ്പുരാട്ടിയുടെ നേർക്ക് വെച്ച് നീട്ടി. ഇത് നീ എനിക്ക് തരണ്ട, രാജരാജേശ്വരി പറഞ്ഞു. അത് എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നീയും ഇവളും പിന്നാലെ എത്തണം. ഉവ്വ്, ഗന്ധിതരമില്ലാതെ സോമൻ സമ്മതിച്ചു. രേവതിയും തലയാട്ടി. രാജരാജേശ്വരിയും മാളവികയും ചെല്ലുമ്പോൾ ആര്യയും ആമയും സ്കൂളിലായിരുന്നു. പാച്ചിയമ്മ അടുക്കളപ്പണിക്കായി അടുത്ത വീട്ടിലും. വീട് അടച്ചിട്ടിരിക്കുന്നതിനാൽ രേവതി തന്നെ അങ്ങേ വീട്ടിൽ ചെന്ന് പാച്ചിയമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. രാജരാജേശ്വരി അവരെ ശ്രദ്ധിച്ചു. മുമ്പ് കണ്ടതിനേക്കാൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ദയനീയമാണ് ഭാവം. ചെമ്പൂർ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരാളും വാക്കുവ്യത്യാസം കാണിക്കില്ല. തരാന്നു പറഞ്ഞാൽ തന്നിരിക്കും, രാജരാജേശ്വരി ഗൗരവത്തിൽ പറഞ്ഞു. തമ്പുരാട്ടി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. പാച്ചിയമ്മ അമ്പരന്ന് നിന്നു. ആ പണം അങ്ങോട്ട് കൊടുക്ക്, രാജരാജേശ്വരി സോമനോട് കൽപ്പിച്ചു. സോമൻ കയ്യിലിരിക്കുന്ന പൊതി പാച്ചിയമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവർ അത് തുറന്നു നോക്കി. നോട്ടുകെട്ടുകൾ. ഇതെന്താ ഇത്രയും രൂപ? കൊട്ടാരത്തിൽ നിന്ന് നിങ്ങളുടെ മാസച്ചെലവിന് അയച്ച പണമാ. ഓരോ മാസം നിങ്ങളുടെ മകനും മരുമകളും കൂടി അത് അടിച്ചു മാറ്റുകയായിരുന്നു, മാളവിക പരിഹാസത്തോടെ പറഞ്ഞു. അതുകൊണ്ടാ നിങ്ങൾക്ക് അന്യ വീട്ടിലെ വാലിക്കാരിയാകേണ്ടി വന്നത്. പാച്ചിയമ്മ അന്തളിച്ചു. അനന്തു എന്ന പയ്യനും അദീനയും തമ്മിൽ ചാറ്റ് ചെയ്തതും ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞതുമൊക്കെ മാളവിക വിശദീകരിച്ചു. കൊട്ടാരത്തിൽ നിന്ന് എല്ലാ മാസവും പണം അയച്ചിരുന്നെന്ന് നിങ്ങളെ അറിയിക്കാൻ വന്നതാ ഞങ്ങൾ, തമ്പുരാട്ടി പറഞ്ഞു. എന്റെ ഈശ്വരാ! പാച്ചിയമ്മ ശക്തമായ നടുക്കത്തോടെ നെഞ്ചത്ത് കൈവച്ചു. നീ എന്റെ മകള് തന്നെയാണോടി അസത്തെ? പെറ്റ തള്ളിയോട് തന്നെ നീ ഇത്രയും ചതി ചെയ്തല്ലോടി. പാച്ചിയമ്മ മകളെ കടന്നു പിടിച്ചു. നീ ഇവനും കൂടി സ്നേഹം നടിച്ചു വന്നതൊക്കെ ഇതിനായിരുന്നു അല്ലേടി? അമ്മേ, അത് പിന്നെ രേവതിക്ക് വാക്കുമുട്ടി. മിണ്ടരുത് നീ. ഈ വീടും പറമ്പും വിറ്റിട്ട് എന്നെയും പിള്ളേരെ നീ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാടി? കൊല്ലാനോ അതോ ചുട്ടു തിന്നാനോ? പറയടി. പാച്ചിയമ്മ ചീറി. വീടും പറമ്പും വിൽക്കാൻ പോകുന്നോ? ആര് പറഞ്ഞു? രാജരാജേശ്വരി ചോദിച്ചു. വീട് വിറ്റിട്ട് ഇവരുടെ കൂടെ ചെന്ന് കഴിയാന്നാ തമ്പുരാട്ടി ഇവര് പറയുന്നേ. ഞാനും കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടെന്ന്. നാളെ ഈ വീട് എഴുതി കൊടുക്കും. തമ്പുരാട്ടിയുടെ മുഖം തീക്കട്ട പോലെ ചുവന്നു. അവർ സോമന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ നിന്റെ പ്ലാൻ ഇതായിരുന്നു അല്ലേ? അവന്റെ മുഖം കുനിഞ്ഞു. ഈ വീടിന്റെ കടം വീട്ടിയത് ചെമ്പൂർ കൊട്ടാരത്തിലെ പണം കൊണ്ടാ. ഈ വീടെങ്ങാൻ വിറ്റാൽ നിന്റെ താമസം പിന്നെ സെൻട്രൽ ജയിലിലായിരിക്കും. ഉറച്ചതായിരുന്നു ആ സ്വരം. സോമന് വല്ലാത്ത ഭീതി തോന്നി. തൻ എല്ലാ പദ്ധതികളും പൊളിഞ്ഞതിന്റെ നിരാശയും അവന്റെ മുഖത്ത് നെളിച്ചു. പാച്ചിയമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല തമ്പുരാട്ടി. അവർ കൈകൂപ്പി. മറക്കണം, രാജരാജേശ്വരി മന്ദഹസിച്ചു. നിഴലായി കൂടെ നിന്ന മാളവികയ്ക്ക് പോലും അതിന്റെ പൊരുൾ മനസ്സിലായില്ല. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ പാടെ രാജരാജേശ്വരി തമ്പുരാട്ടി അധീനയെ വിളിച്ചു. അവളുടെ വീട്ടിൽ സംഭവിച്ചതൊക്കെ അവർ വിവരിച്ചു കൊടുത്തു. അധീനയ്ക്ക് സന്തോഷമായി. മുത്തശ്ശി എന്റെ ആര്യം പൊന്നുകുട്ടിയും കണ്ടോ? അവര് സുഖമായിരിക്കുന്നോ? അവരെന്നെ ചോദിച്ചോ? ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു. കുട്ടികൾ സ്കൂളിലായിരുന്നു മോളെ, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, രാജരാജേശ്വരി പറഞ്ഞു. അധീനയുടെ മുഖം പാടി. അധീന ഇപ്പോഴും ആ കുഞ്ഞുങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ടെന്ന് രാജരാജേശ്വരിക്ക് മനസ്സിലായി. അടുത്ത ദിവസം ഡോക്ടർ വൈശാഖന് ലിസി പോളും നിർദ്ദേശിച്ചതനുസരിച്ച് തമ്പുരാട്ടി അധീനയെയും കൂട്ടി ആരുഷി കഴിയുന്ന ഹോസ്പിറ്റലിൽ പോയി. ആരുഷി വേഗം റിക്കവർ ചെയ്യുകയാണ് തമ്പുരാട്ടി, ഡോക്ടർ ലിസി പോൾ പറഞ്ഞു. ഏറിയാൽ 2-3 മാസം, അതിലപ്പുറം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. രാജരാജേശ്വരി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അമ്മേ ശ്രീദുർഗേ! അൽക്ക തന്നെയാണ് തമ്പുരാട്ടി ആരുഷിക്കുള്ള ഏറ്റവും നല്ല മെഡിസിൻ, ഡോക്ടർ പുഞ്ചിരിച്ചു. ഈ മെഡിസിൻ കൊണ്ട് എത്രയും പെട്ടെന്ന് പഴയ ആരുഷിയെ നമുക്ക് തിരിച്ചെടുക്കാം, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. രാജരാജേശ്വരിയുടെ ഹൃദയം പൂത്തുവിടർന്നു. അധീനയെയും കൊണ്ട് വൈകുന്നേരം മടങ്ങുമ്പോഴും അവർ പ്രസന്നവതിയായിരുന്നു. മാളവികയിൽ നിന്ന് യാദൃശ്ചികമായിട്ടാണ് പാർവതി തമ്പുരാട്ടി ആ വിവരം അറിഞ്ഞത്. തീ പിടിച്ചതുപോലെ അവർ മകളുടെ അറയിലേക്ക് ചെന്നു. എല്ലാം തീർന്നു മോളെ, പാർവതി വിലപിച്ചു. സ്നാനം കഴിഞ്ഞ് പട്ടുസാരി ഞൊറിവിട്ടുടുക്കുകയായിരുന്നു അശ്വതി തമ്പുരാട്ടി. അമ്പരുന്നു. എന്താമേ? പാർവതി താൻ അറിഞ്ഞ വിവരം മകൾക്ക് പകർന്നു കൊടുത്തു. പട്ടുസാരിയുടെ ഞൊറിവുകൾ അശ്വതിയുടെ കയ്യിൽ നിന്ന് ഊർന്നു വീണു. അമ്മയ്ക്കറിയാലോ ആരുഷിയെ, വല്ലാത്ത വാശിക്കാരിയാ. അവൾ തിരിച്ചു വന്നാൽ മുമ്പ് അവളുടെ വാശി നസ്രാണിച്ചക്കനെ കിട്ടാനായിരുന്നു. ഇനി വന്നാൽ ചെമ്പൂർ കൊട്ടാരവും കിരീടവും വേണമെന്നായിരിക്കും. അത് കിട്ടാൻ അവൾ എന്തും ചെയ്യും, പാർവതി പറഞ്ഞു. നമ്മളപ്പോൾ വന്നതുപോലെ വെറും കൈയോടെ മടങ്ങണോ? അശ്വതിക്ക് സഹിക്കാനായില്ല. ഇല്ല മോളെ, അങ്ങനെയൊരു മടക്ക് ഇനിയുണ്ടാവില്ല. അതിനല്ല നമ്മൾ വന്നത്. അന്ന് ചെയ്തതുപോലെ ഹോസ്പിറ്റലിൽ ചെന്ന് ആരുഷയുടെ വിഭ്രാന്തി വീണ്ടും കൂട്ടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വിലക്കല്ലേ.
ആ ഡോക്ടറുടെ അനുവാദമില്ലാതെ അവളുടെ റൂമിൽ നമുക്ക് കടക്കാൻ പറ്റില്ല, അശ്വതി അമർഷത്തോടെ പറഞ്ഞു. അപ്പോൾ ആ വഴിയും അടഞ്ഞുവല്ലേ? പാർവതി നിരാശപ്പെട്ടു. വഴികൾ അടയാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ലമ്മേ. പുതിയ വഴി തുറന്നേ തീരൂ, അശ്വതി ആലോചനയോടെ പറഞ്ഞു. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? രോഗം ഭേദമായി ആരുഷി കൊട്ടാരത്തിലേക്ക് വരാതിരുന്നാലോ? രോഗം മാറിയാൽ പിന്നെ അവൾ വേറെ എവിടെ പോകാനാ മോളെ? പരലോകത്തേക്ക്. അശ്വതിയുടെ സ്വരം അമർന്നു. അൽക്കയോ ഇളയച്ചനോ അല്ലമ്മേ ആദ്യം പരലോകത്തെത്തുന്നത്, അവൾ തന്നെയാ. സ്വബോധം വീണ്ടും കിട്ടിയാൽ ഏറ്റവും അപകടകാരി അവളായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവളെ കൊല്ലുന്നു. ഭ്രാന്തു പറയല്ലേ മോളെ. നമുക്ക് അവളുടെ റൂമിലേക്ക് പ്രവേശനം പോലുമില്ല. കൊല്ലുന്നത് നമ്മളല്ലമ്മേ, പിന്നെ നമ്മൾ ഒരാളെ ഏർപ്പാടാക്കും, ഒരു കില്ലറെ. ഒരു പ്രൊഫഷണൽ കില്ലർക്ക് ഒരു തടസ്സവും പ്രശ്നമല്ല. അവൻ എങ്ങനെയും കാര്യം സാധിക്കും, ഒരാളും അറിയാതെ, ഒരു തെളിവും ശേഷിക്കാതെ. അത് സാധിക്കുമോ മോളെ? പാർവതി ആകാംക്ഷയോടെ ചോദിക്കൂ. സാധിക്കും. ഓർമ്മ തെളിയും മുമ്പ് ആരുഷി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലപ്പെടും. അപ്പോൾ അറയുടെ വാതിൽക്കലേക്ക് വന്ന അധീന അത് കേട്ടു. അവൾ ഞെട്ടി പിന്നോട്ടു മാറി. അധീന നാളെ തുടരും.